അൽഹംദുലില്ലാ കുറേ നാളിന് ശേഷമായിട്ട് ഇങ്ങനൊരു യാത്ര, അതും ടൂ വീലറിൽ. ഇപ്പോൾ കുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ടൂ വീലറിൽ ഒരുമിച്ച് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ടൂ വീലറിൽ പോകുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ മാറ്റി വെച്ചിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ജീവിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ത്രില്ലാണ്. അപ്പോൾ എനിക്ക് പനിയും വയറുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല നല്ല മെമ്മറീസ്, നല്ലതെന്ന് പറഞ്ഞാൽ അന്ന് നല്ലതായിരുന്നില്ല, പക്ഷേ ഇന്നത് ഓർക്കുമ്പം വളരെ സ്വീറ്റ് മെമ്മറീസായിട്ട് തോന്നും. കാരണം വളരെ ലേറ്റായിട്ടാണ് ഈ കുട്ടികളുണ്ടായത്. അത് കാരണം ഞാൻ മച്ചിയെന്നും വാഹയ്ക്ക് കൊള്ളാത്തവളെന്നും എന്താ പറയുക, കെട്ടുകാഴ്ചയെന്നും കാഴ്ച വസ്തുവെന്നും അങ്ങനെ പല പേരുകളും വീണിട്ടുണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ് കേട്ടോ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നത്. ഇതിൻ്റെ വാരാന്തകളിൽ എന്തോരം പോയിരുന്നിട്ടുണ്ടെന്ന് എൻ്റെ എത്രയോ നല്ല സമയങ്ങൾ മൊത്തം ഇവിടെ ഞാൻ കരഞ്ഞു തീർത്തിട്ടുണ്ട്. ഇത് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ സമ്മറീസാണ്, മെഡിക്കൽ സമ്മറീസാണ് കേട്ടോ. ഇത് വരുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുള്ളതും വന്നു പോയിട്ടുള്ളതുമായിട്ടുള്ള ഡേറ്റും ഒക്കെ ഇതിനകത്തുണ്ട്. ടാബ്ലറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസൊക്കെ അതിനകത്തുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിങ്ങലാണ്. അന്ന് അനുഭവിച്ച് വേദനയുടെ ആ ഒരു സ്വീറ്റ് മെമ്മറീസാണ്. ഹസ്ബൻഡിനെ വിളിച്ചിട്ടൊരു ഫോട്ടോ എടുക്കട്ടെ, നമ്മൾ കഥയൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് വീഡിയോസും ഫോട്ടോസും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഡോക്ടറെല്ലാം കണ്ടിറങ്ങിയിട്ട് നമ്മൾ നേരെ തിരികെ പോകുന്നു പറഞ്ഞതില്ലേ. അവിടെ ഒരു സമയത്ത് നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ അന്നൊക്കെ 2 OP വൈകുന്നേരവും രാവിലെ ഉണ്ടാവും. ഇപ്പോൾ പക്ഷേ അത് കാണുന്നില്ല. കുറേ ആയി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. എനിക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാബ്ലറ്റൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി. ഇവിടെ ശബരിമല സീസൺ ആയതുകൊണ്ട് അതിൻ്റെ ചുറ്റുഭാഗത്തെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ വലുതുമായിട്ടുള്ള സ്റ്റാളുകളുണ്ട്. അയ്യപ്പന്മാർ വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്ത് സാധനങ്ങൾ വാങ്ങിയിട്ടും റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാറുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ വേറെ അങ്ങോട്ടൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഭാഗത്ത് പക്ഷേ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഈ സീസൺ സമയത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവാണ്. ഇവിടെ പക്ഷേ ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഒറിജിനലൊക്കെ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡയറക്റ്റ് പറഞ്ഞറിഞ്ഞ് അവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞറിവുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിമാളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിമാളിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞിട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ കയറിയിട്ട് നോക്കുമ്പോൾ നല്ല തിരക്കാണ്, ടൈമും എടുക്കും. നമ്മൾ സന്ധ്യസമയത്താണല്ലോ വന്നത്. പിന്നെ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റാവും. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറിയിരിക്കുമായിരുന്നു. പക്ഷേ കുട്ടികളെ കൊണ്ടുവരാതെ വന്നത് കാരണം ഡിമാളിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് ഇമ്പീരിയൽ ബേക്കറിയിലായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ട് പിന്നെ ഓർത്തു കുറേ ആയി ഷവർമയൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഒരു ഷവർമയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ആക്കിയിട്ട് ഇത് കൊണ്ടുപോയി കഴിച്ചിട്ട് കൊള്ളത്തേ ഇല്ല, വഹയ്ക്ക് കൊള്ളത്തില്ല. ഇത് ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാക്കിയെങ്കിലേ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഈ പയ്യനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. കഴിച്ചിട്ട് മനം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് ആ ഒരു ഷവർമ തീറ്റി അവിടെ അവസാനിപ്പിച്ചിരിക്കുക. പിന്നെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോവുകയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുന്നത് മാത്രമല്ല സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരെയും ടാറ്റാ ബൈ.